ഏപ്രിൽ 9-ാം തീയതിയായിരുന്നു കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. മെയ് 4-ാം തീയതി ഫലപ്രഖ്യാപനം വന്നപ്പോൾ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ജനങ്ങൾ UDFന് സമ്മാനിച്ചത്. പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കുവാൻ ആവേശപൂർവ്വം കേരളം വോട്ട് ചെയ്തപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിട്ടുള്ള 102 സീറ്റുകളാണ് 140 അംഗ കേരള നിയമസഭയിൽ UDFന് നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും ഫലപ്രഖ്യാപനം പൂർത്തിയായി 8 ദിവസങ്ങൾ പിന്നിടുമ്പോഴും UDFന് കോൺഗ്രസിന് തങ്ങളുടെ മുഖ്യമന്ത്രി ആരെ എന്ന് നിശ്ചയിക്കുവാൻ കഴിയാത്തത് ഈ വിജയത്തിൻ്റെ ശോഭ കെടുത്തി എന്ന കാര്യത്തിലും തർക്കമില്ല. ആവേശപൂർവ്വം വോട്ട് ചെയ്ത പൊതുജനങ്ങളും പാർട്ടിക്ക് വേണ്ടി കയ്യും മെയ്യും മറന്ന് പണിയെടുത്ത പാർട്ടി പ്രവർത്തകരുമെല്ലാം നിരാശയുടെ പടുകുഴിയിലേക്ക് വീണിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാത്രമേ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരെ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുകയുള്ളൂ എന്ന സൂചനയാണ് കോൺഗ്രസ് അണിയറ വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് തന്നെയായാലും വരാനിരിക്കുന്ന UDF മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പുള്ള 7 കോൺഗ്രസ് നേതാക്കളെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത്. ഈ പട്ടികയിലെ 1-ാം പേരുകാരനെന്ന് പറയുന്നത് AP അനിൽകുമാറാണ്. ദീർഘകാലമായി മലപ്പുറം ജില്ലയിലെ സംവരണ മണ്ഡലമായ വണ്ടൂരിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ചു കയറുന്ന നേതാവാണ് അനിൽകുമാർ. 2011-16 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അദ്ദേഹം അംഗമായിരുന്നു. AP അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഒരു സുപ്രധാന വകുപ്പോടെ അദ്ദേഹം മന്ത്രിസഭയിലെത്തുമെന്ന് നമുക്ക് തീർത്തു പറയുവാൻ സാധിക്കും. AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിൻ്റെ കേരളത്തിലെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയാണ് AP അനിൽകുമാർ. വേണുഗോപാൽ ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ അമരക്കാരൻ എന്ന് വേണമെങ്കിലും അനിൽകുമാറിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് AP അനിൽകുമാർ ഇത്തവണ UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് തീർത്തു പറയുവാനുള്ള കാരണം. അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ് എന്നതും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കാരണം അനിൽകുമാറിൻ്റെ മന്ത്രിസഭയിലെ സാന്നിധ്യം പിന്നോക്ക വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം കൂടി ഉറപ്പിക്കും എന്നതിനാലാണ് അത്. ഈ പട്ടികയിലെ 2-ാം പേരുകാരനെന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സീനിയർ മോസ്റ്റ് MLA ആയിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 1991 മുതൽ 2011 വരെ അടൂരിൽ നിന്നുള്ള MLA ആയിരുന്ന അദ്ദേഹം 2011 മുതൽ 2026 വരെ തുടർച്ചയായി കോട്ടയത്തു നിന്നുള്ള MLA ആണ്. ഇത്തവണ അദ്ദേഹം കോട്ടയത്തു നിന്നുള്ള തൻ്റെ 4-ാമത്തെ വിജയമാണ് നേടിയിരിക്കുന്നത്. തിരുവഞ്ചൂരിനെ സംബന്ധിച്ചിടത്തോളം ഭരണപരിചയം കൂടിയിട്ടുള്ള മികച്ച പാർലമെൻറ്റേറിയനാണ് എന്നുള്ളതും മുതിർന്ന നേതാവാണെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ സ്ഥാനം ഉറപ്പിക്കുന്ന ഒരു ഘടകമാണ്. മുമ്പ് ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ 2 വട്ടം അദ്ദേഹം മന്ത്രി പദവി അലങ്കരിച്ചിട്ടുണ്ട്. റവന്യൂ, ഗതാഗതം, വനം, ആഭ്യന്തരം, വിജിലൻസ് മുതലായ സുപ്രധാന വകുപ്പുകൾ ഏറെ മെയ്വഴക്കത്തോടുകൂടി കൈകാര്യം ചെയ്തിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രിമാരിൽ ഒരാളായി കൂടി കണക്കാക്കപ്പെടുന്ന വ്യക്തിത്വമാണ്. ഇത്തരത്തിൽ ഭരണപരിചയം ഉറപ്പാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് തീർച്ചയായും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും എന്ന കാര്യത്തിലും ആർക്കും ഒരു തർക്കവും ഉണ്ടാകുവാൻ ഇടയില്ല. കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഇത്തവണ മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പുള്ള മറ്റൊരു നേതാവ് KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫാണ്. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ഇത് തുടർച്ചയായ 4-ാം വട്ടമാണ് വിജയിച്ചു കയറുന്നത്. ഇത്തവണ അദ്ദേഹം പരാജയപ്പെടുത്തിയിരിക്കുന്നത് KK ശൈലജ ടീച്ചറെയാണ്. CPMനുള്ളിൽ ഏറെ പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയ ഒരു പരാജയമാണ് ശൈലജ ടീച്ചറുടേത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കത്തോലിക്ക വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി കൂടിയായിരിക്കും സണ്ണി ജോസഫ് ഇത്തവണ മന്ത്രിസഭയിലെത്തുക. KPCC പ്രസിഡന്റ് മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ സുപ്രധാനമായിട്ടുള്ള ഒരു വകുപ്പും അദ്ദേഹത്തിന് ലഭിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. കോൺഗ്രസും UDFും അധികാരത്തിലെത്തുന്ന കാലഘട്ടങ്ങളിലെല്ലാം തന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താറുണ്ടായിരുന്നു. ദീർഘകാലം ഈ ഒരു റോൾ നിർവഹിച്ചിരുന്നത് നിലമ്പൂരിൻ്റെ MLA ആയിരുന്ന മുതിർന്ന നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. ആര്യാടൻ മുഹമ്മദിൻ്റെ അഭാവത്തിൽ മലബാർ മേഖലയിൽ നിന്ന് തന്നെ മറ്റൊരു നേതാവ് ഈ ഒരു ഗ്യാപ്പിലേക്ക് കടന്നെത്തുന്നു എന്നാണ് നമുക്ക് വിലയിരുത്തുവാൻ സാധിച്ചിട്ടുള്ളത്. തുടർച്ചയായി 2-ാം വട്ടവും കൽപ്പറ്റയിൽ നിന്ന് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുന്ന കോൺഗ്രസിൻ്റെ സൗമ്യനായ യുവ നേതാവ് T സിദ്ദിഖാണ് ഇത്തവണ ഇത്തരത്തിൽ മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പുള്ള നേതാവ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് T സിദ്ദിഖിനോട് വലിയ പ്രിയമാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാടിൻ്റെ ജനപ്രതിനിധികളായിരുന്നപ്പോൾ അവർക്ക് വേണ്ടി ജനങ്ങളുമായി നിരന്തരം ഇടപഴകി എന്ന നിലയിലുള്ള ആഡഡ് അഡ്വാൻറ്റേജും T സിദ്ദിഖിന് ഇത്തവണ ലഭിക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും കോൺഗ്രസിൻ്റെ മുസ്ലിം മുഖമായി ഇത്തവണ ഷാഫി പറമ്പിലിൻ്റെ അഭാവത്തിൽ മന്ത്രിസഭയിലേക്ക് എത്തുവാൻ പോകുന്നത് T സിദ്ദിഖാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. വയനാട് ജില്ലയ്ക്കുള്ള ഒരു മന്ത്രി എന്ന നിലയിലും മന്ത്രിസഭയിലെ സിദ്ദിഖിൻ്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുവാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്.
ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന 4ാമത്തെ പേര് എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിൻ്റെ മറ്റൊരു വിശ്വസ്തനാണ്. നമുക്കറിയാം കെ സി വേണുഗോപാലിന് വേണ്ടി ഈ ദിവസങ്ങളിലൊക്കെ മുസ്ലിം ലീഗിനെ അടക്കം വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഘടകകക്ഷികൾ കൈകടത്തുന്നതിനുള്ള അതൃപ്തി വെളിപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തിത്വമാണ് മൂവാറ്റുപുഴയുടെ MLA ആയിട്ടുള്ള മാത്യു കുഴൽനാടൻ. എന്നാൽ കെ സി വേണുഗോപാലിൻ്റെ പ്രിയങ്കരനായ നേതാവ് ട്രസ്റ്റഡ് ലെഫ്റ്റനന്റ് എന്ന നിലയിൽ മാത്രമല്ല മാത്യു കുഴൽനാടൻ മന്ത്രിസഭയിൽ ഇടം പിടിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലവും പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെയും നിരന്തരമായി നിയമസഭയ്ക്കുള്ളിലും പുറത്തും പോരാടിയ വ്യക്തിത്വമാണ് മാത്യു കുഴൽനാടൻ. കരിമണൽ ഖനനമടക്കമുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയും കുഴൽനാടനും തമ്മിൽ സഭയിൽ നടന്ന വാഗ്വാദങ്ങളടക്കം കുഴൽനാടൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മൈലേജ് ഏറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ മൂവാറ്റുപുഴയിൽ നിന്ന് മിന്നും ഭൂരിപക്ഷം നേടിയാണ് മാത്യു കുഴൽനാടൻ തുടർച്ചയായി 2ാം വട്ടവും നിയമസഭയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ സമീപനങ്ങൾ കോൺഗ്രസിലേക്ക് യുവ വോട്ടർമാരെ ഏറെ ആകർഷിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ്. കെ സി വേണുഗോപാലിൻ്റെ വിശ്വസ്തൻ എന്ന നിലയിലും യുവ നേതാവ് എന്ന നിലയിലും നിയമസഭയിൽ മിന്നും പ്രകടനം പ്രതിപക്ഷ നിരയിലിരുന്ന് കാഴ്ചവെച്ച വ്യക്തി എന്ന നിലയിലും മാത്യു കുഴൽനാടനും ഇത്തവണ മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കോൺഗ്രസ് നേതാവാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ജാതി മത സമവാക്യങ്ങൾക്ക് വലിയ പ്രാമുഖ്യവും പ്രാധാന്യവും നൽകിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസും UDFും അധികാരത്തിലെത്തുമ്പോൾ മന്ത്രിസഭ രൂപീകരിക്കാറുള്ളത്. ഈഴവ സമുദായത്തിന് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പിക്കുവാൻ കോൺഗ്രസ് എല്ലാ ഘട്ടത്തിലും മന്ത്രിസഭാ രൂപീകരണ വേളയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ അന്ന് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് കേവലം 3 നേതാക്കൾ മാത്രമാണ് ഈഴവ വിഭാഗത്തിൻ്റെ പ്രതിനിധികളായി അല്ലെങ്കിൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ടവർ ജയിച്ചു കയറിയത്. ഇതിൽ 2 പേരെയും മന്ത്രിയാക്കിക്കൊണ്ടാണ് ഈഴവ വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യം ഉമ്മൻചാണ്ടി അന്ന് ഉറപ്പിച്ചു കൊടുത്തത്. അന്ന് മന്ത്രിമാരായ ഈഴവ മന്ത്രിമാർ 2 പേരും ഇന്ന് കേരള നിയമസഭയിൽ ഇല്ല എന്നതോർക്കണം. അതിൽ ഒന്നാമത്തെയാൾ തൃപ്പൂണിത്തറയിൽ നിന്ന് ദീർഘകാലം MLA ആയിരുന്ന കെ ബാബു ആണെങ്കിൽ 2ാമത്തെയാൾ ഇപ്പോൾ ആറ്റിങ്ങൽ MP ആയിട്ടുള്ള അടൂർ പ്രകാശാണ്. ഇത്തരത്തിൽ തലമുതിർന്ന നേതാക്കളുടെ അഭാവത്തിൽ ഇഴവ വിഭാഗത്തിൻ്റെ പ്രതിനിധികളായി 2 പുതുമുഖ നേതാക്കളായിരിക്കും ഇത്തവണ മന്ത്രിസഭയിൽ ഇടം പിടിക്കുക എന്ന് നമുക്ക് ഉറപ്പായും പറയാം. അതിൽ ഒന്നാമത്തെ പേര് M ലിജുവിൻ്റേതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിലൂടെ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന M ലിജു തുടർച്ചയായി മത്സരിച്ച് പരാജയപ്പെട്ട ഒരു നേതാവാണ്. ഇത്തരത്തിലുള്ളൊരു സഹതാപം കൂടി ഇത്തവണ ലിജുവിന് കായംകുളത്ത് നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാനുള്ള കളമൊരുക്കി എന്നും നാം വിലയിരുത്തേണ്ടതുണ്ട്. M ലിജുവിനെ സംബന്ധിച്ചിടത്തോളം KPCCയുടെ സംഘടനാ ചുമതല വഹിച്ച ജനറൽ സെക്രട്ടറി എന്ന നിലയിലും അദ്ദേഹം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇത്തവണ ആലപ്പുഴ ജില്ലയുടെ മന്ത്രിയായി കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി M ലിജു മന്ത്രിസഭയിൽ ഇടം പിടിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇതിനാൽ തന്നെ നിലനിൽക്കുന്നില്ല. അവസാനമായി മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയുന്നത് ഒരു വനിതാ നേതാവാണ്. അവർ ആദ്യമായിട്ടാണ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. തുടർച്ചയായി മത്സരിച്ച് M ലിജുവിനെ പോലെ തന്നെ പരാജയപ്പെട്ട ബിന്ദു കൃഷ്ണയാണ് ഇത്തവണ വനിതാ നേതാവ് എന്ന നിലയിലും ഇഴവ വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം എന്ന നിലയിലും മന്ത്രിസഭയിൽ ഉൾപ്പെടുവാൻ പോകുന്ന വ്യക്തിത്വം. ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ച് മികച്ച സംഘടനാ പ്രവർത്തന പാരമ്പര്യം അവർക്കുണ്ട്. DCC അധ്യക്ഷൻ എന്ന നിലയിലും മികച്ച പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. 2021 പിണറായി വിജയൻ തരംഗം ആഞ്ഞടിച്ചപ്പോൾ പോലും ശക്തമായ പോരാട്ടം കൊല്ലത്ത് കാഴ്ചവെക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ അവർ വിജയിച്ചു കയറിയത്. കോൺഗ്രസിൻ്റെ വനിതാ പ്രതിനിധിയായി മന്ത്രിസഭയിൽ ഇതിനാൽ തന്നെ ബിന്ദു കൃഷ്ണ ഇടം പിടിക്കുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറച്ചു പറയുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ വരാൻ പോകുന്ന UDF മന്ത്രിസഭയിൽ അംഗത്വം നേടുമെന്ന് ഉറപ്പുള്ള 7 കോൺഗ്രസ് നേതാക്കളുടെ വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്ന ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.